ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി വ്ളോഗ്സ് ആൻഡ് ടിപ്സ്. ഞാൻ റോഷിനി. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റാറ്റിക് ജി കെയിലെ ഡാൻസസ് ഓഫ് ഇന്ത്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ക്ലാസിക്കൽ ഡാൻസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 2 ആണ് ആഡ് ചെയ്തത്. പാർട്ട് 1ഉം 2 രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് PYQs നോക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. 2011 സെൻസസിലെ PYQs കുറച്ച് നോക്കാം. ഇതെന്തായാലും നമുക്ക് ഷിഫ്റ്റിലും ചോദിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ് കേട്ടോ. അതായത് നമുക്ക് എല്ലാ ഷിഫ്റ്റിലും ഇതൊന്നും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. റെയർ ആണ് ഒരു ഷിഫ്റ്റിലും പോലും ചോദിക്കാത്ത, റെയർ ആയിരിക്കും. അത് MTSന്റെ കേസിലാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് PYQs ചെയ്ത് പഠിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുമല്ലോ. എന്നിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കുറച്ച് വിശദമായിട്ട് പോവാം. ഓക്കെ, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 ക്വസ്റ്റ്യനൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് നോക്കി നോക്കി പോകാം. എന്നിട്ട് ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പറയാൻ പറ്റുന്നത് ഞാൻ പറയുകയും ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ക്ലാസ്സിലേക്ക് എടുക്കാം. സോ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു സെൻസസ് 2011 സെൻസസ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡിസ്ട്രിക്ട് ഹാസ് ദ ലോവസ്റ്റ് ലിറ്ററസി റേറ്റ്. ഇത് തന്നിട്ടുള്ളത് ഈ ഫോളോവിങ് ഇതിലാണ് കേട്ടോ. അല്ലാതെ ഏറ്റവും ലോവസ്റ്റ് തന്നിരിക്കുന്നതിലല്ല. ഈ ഫോളോവിങ് തന്നിട്ടുള്ളതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഏതാണ്, ലിറ്ററസി റേറ്റ് ഏതാണ് കുറവ്. അത് നമുക്ക് കച്ച്, ശ്രാവസ്തി, അതുപോലെ തന്നെ മാഹി, ദന്തേവാഡ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനും ചോദിക്കുന്നത്. PYQ ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ദന്തേവാഡയാണ് കേട്ടോ. ദന്തേവാഡയാണ് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ലിറ്ററസി റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് കുറച്ച് ഒരു മാക്സിമം ഒരു 5 ലോവസ്റ്റ് എങ്കിലും അതുപോലെ തന്നെ 5 ഹയസ്റ്റ് ലിറ്ററസി റേറ്റുള്ള ഡിസ്ട്രിക്റ്റ് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, 5 ലോവസ്റ്റും അതുപോലെ തന്നെ 5 ഹയസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ കിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. അതായത് ഏറ്റവും ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് ഏതാണ്, ഏറ്റവും ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഏതാണ്, അങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പോകുന്ന എക്സാമിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ദന്തേവാഡ. ഓക്കെ, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആസ് പെർ സെൻസസ് 2011 which of the following India's most populated metropolitan city? ഈ തന്നിരിക്കുന്നതിന് മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത് ഏത് സിറ്റിയാണ്? ഓക്കെ, കൊൽക്കത്ത, മുംബൈ, ഡൽഹി, ചെന്നൈ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടുതലുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2011 സെൻസസ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ ആരും എഴുതി വെക്കുന്നത്. ഏതായിരിക്കും? 2011 സെൻസസിൽ മുംബൈ ആണ്. ഓക്കെ, മുംബൈ ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ തന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് തന്നിരിക്കുന്നതിലും ദന്തേവാഡ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ തന്നിട്ടുള്ള മോസ്റ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്? മുംബൈ ആണ്. ഓക്കെ, അതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In which of the following year in the census of India the increase in sex ratio in India was recorded as compared to the previous census? ഏത് സെൻസസിനെ ആണ് നമ്മൾ സെക്സ് റേഷ്യോ കമ്പയർ ചെയ്തിട്ട് ഇൻക്രീസ് ആണ് എന്ന് പറയുന്നത്? അതായത് ഏത് പ്രീവിയസ് സെൻസസിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ലാസ്റ്റ് സെൻസസ് 2011 സെൻസസ് സെക്സ് റേഷ്യോയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഏത് ഇതിൽ കമ്പയർ ചെയ്തിട്ടാണ്? അത് ഏത് വർഷത്തെയാണ്? ഈ വർഷത്തിലാണോ, 1991 1971 ആണോ, 1981 ആണോ, അതോ 2001 ആണോ? ഏതിനെ കമ്പയർ ചെയ്തിട്ടായിരിക്കും? അതിന് വെച്ചിട്ട് ഇപ്പോൾ ബെറ്റർ ആണ് എന്ന് പറയുന്നത് ഏതിനെ വെച്ചിട്ടായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഇപ്പോഴത്തെ സെക്സ് റേഷ്യോ എത്രയെന്നറിയോ? ഇപ്പോഴത്തെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 940/1000 ആണ് കേട്ടോ. 940/1000 ആണ്. 940/1000 ആണ്. നമുക്ക് ഗൂഗിൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഒഫീഷ്യലൊക്കെ നോക്കുമ്പോൾ 943 ആണ്. പക്ഷെ നമ്മുടെ SSCയുടെ ആൻസർ വരുന്നത് 940 ആണ് കേട്ടോ. അപ്പോൾ അതിനെ പഠിച്ചു വെക്കുക. 940 ആണ് ഇപ്പോഴത്തത്. അപ്പം മുന്നത്തെ വേറെ ഏതൊരു സെൻസസ് ഇതിലും കുറവായിരുന്നു അല്ലേ? ഇപ്പോൾ കൂടുതലാണ്. അതാണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് 2001 ആണ്. 2001 933 ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് കണ്ടോ, കുറച്ച് കൂടിയില്ലേ? 7 കൂടിയത് ഒരു ഇൻക്രീസ് ആണ്. ഓക്കെ, എഴുതാൻ പറ്റുന്ന എഴുതുന്നുണ്ട്.
അപ്പോൾ 933 ആണ് 2001 എന്താ പറയുക സെക്സ് റേഷ്യോ ഉണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോഴത്തെ സെക്സ് റേഷ്യോ ഉണ്ടായിരുന്നത് 940 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് നമ്മൾ ഇതിന്റെ ഡാറ്റ കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. അതായത് 2001 സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 933 ആണ്. 933 per 1000. ഇപ്പോഴത്തേതോ 2011 സെൻസസിലെയോ 940 per 1000 ആണ്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ് ഹാസ് ദ ലോവസ്റ്റ് ഫീമെയിൽ സെക്സ് റേഷ്യോ അക്കോർഡിംഗ് ടു 2011 സെൻസസ്? 2011 പ്രകാരം ലോവസ്റ്റ് ഫീമെയിൽ സെക്സ് റേഷ്യോ ഏത് സ്റ്റേറ്റിനാണ്? ഓക്കെ, ഇതൊക്കെ കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, സെക്സ് റേഷ്യോസ് ഒക്കെ. സോ ഏതാണ്? ഹരിയാനയാണ്. ഓക്കെ, ഹരിയാനയാണ് ലോവസ്റ്റ് ഫീമെയിൽ സെക്സ് റേഷ്യോ അക്കോർഡിംഗ് ടു 2011 സെൻസസ്. ഓക്കെ, അത് ലോവസ്റ്റ് ഫീമെയിൽ സെക്സ് റേഷ്യോ മാത്രമല്ല, ലോവസ്റ്റും സെക്സ് റേഷ്യോ ലോവസ്റ്റ് ഏതാണ്? ഹരിയാന കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തിടയ്ക്ക് പോവാം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആസ് പെർ ദ സെൻസസ് 2011 വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഹാസ് ലിറ്ററസി റേറ്റ് ഓഫ് മോർ ദാൻ 90%? അതായത് ലിറ്ററസി റേറ്റ് കേട്ടോ, ലിറ്ററസി റേറ്റ് നിങ്ങളിത് ലോവസ്റ്റ് ആണോ, അതായത് ലോവസ്റ്റ് ആണോ ഹയസ്റ്റ് ആണോ എന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ സിസ്റ്റത്തിൽ വായിക്കുന്ന സമയത്ത് എക്സാം വരുന്ന ടൈമിൽ നിങ്ങളത് നോട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഹയസ്റ്റിലൊക്കെ കയറി കുത്തരുത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇതിൽ ചോദിച്ചേക്കുന്നത് 90% മോർ ദാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മോർ ദാൻ 90% ഉള്ളത് ഏത് തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മൾ എന്തറിഞ്ഞിരിക്കണം? 90% പറഞ്ഞാൽ എങ്ങനെ പോയാലും അത് ഹയസ്റ്റ് ആയിരിക്കുമല്ലോ. സോ ഹയസ്റ്റിൽ ഒരു അറ്റ്ലീസ്റ്റ് 3 അതിന്റെ പെർസെൻറ്റേജ് അറിഞ്ഞു വെക്കണം. അതുപോലെ തന്നെ ലോവസ്റ്റിൽ 3 അതിന്റെ പെർസെൻറ്റേജ് പഠിച്ചു വെക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ കിട്ടുള്ളൂ. സോ ഇതിലിപ്പോൾ ഏതാണ്? ഈ 4 ഓപ്ഷൻ, ത്രിപുര ഉണ്ട്. ഓപ്ഷൻ എ ത്രിപുര, ഓപ്ഷൻ ബി മിസോറാം, ഓപ്ഷൻ സി ഗോവ, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. അതിൽ ഏതായിരിക്കും 90% കൂടുതൽ? മിസോറാം ആണ്. ഓക്കെ, മിസോറാം ആണ് ആൻസർ കേട്ടോ. ഇത് 91% ആണ്. 91% ആണ് മിസോറാമിലെ നമ്മുടെ ഇതെന്ന് പറയുന്നത് 91% ആണ്. ആൻഡ് ഫസ്റ്റ് ഹയസ്റ്റ് വരുന്നത് കേരളയാണ്. അതായത് കേരളയാണ് ലിറ്ററസി റേറ്റിൽ ഏറ്റവും കൂടുതൽ. കേരളത്തിലാണ് സാക്ഷരത കൂടുതൽ. കൂടുതൽ ആളുകൾ പഠിച്ചിരിക്കുന്ന എവിടെയാണ്? കേരളത്തിലാണ്. കേരളത്തിൽ 93% ആളുകൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 93% കേരള. ആൻഡ് സെക്കൻഡ് ആണ് നമ്മുടെ മിസോറാം കിടക്കുന്നത് കേട്ടോ. മിസോറാം സ്റ്റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ആണ്, 91%. ഓക്കെ, ഇനി യൂണിയൻ ടെറിട്ടറി എന്നുള്ള ബ്രാക്കറ്റിലോട്ട് ക്വസ്റ്റ്യൻ കണ്ടോ. സോ യൂണിയൻ ടെറിട്ടറിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലിറ്ററസി ഉള്ള ആളുകൾ എവിടെയാണ്? ലക്ഷദ്വീപിലാണ് കേട്ടോ. ലക്ഷദ്വീപിലാണ് 92%. ഇനി നമുക്ക് ഇങ്ങനെ തരംതിരിച്ച് ചോദിക്കില്ല. അതായത് സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള 93% ആണ്. ഇനി സ്റ്റേറ്റിൽ സെക്കൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസോറാം 91% ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കുകയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ലിറ്ററസി ഉള്ള സെക്കൻഡ് സ്ഥാനത്ത് വരുന്ന ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപാണ് കേട്ടോ. കാരണം ലക്ഷദ്വീപിൽ 92% ആണ്. ഓക്കെ, കേരളത്തിൽ 93, ലക്ഷദ്വീപിൽ 92, മിസോറാമിൽ 91. ഓക്കെ, ഓർഡർ അതാണ്. നമ്മൾ സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നെങ്കിൽ ലക്ഷദ്വീപാണ് യൂണിയൻ ടെറിട്ടറിയിൽ ആദ്യത്തേത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂണിയൻ ടെറിട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലക്ഷദ്വീപാണ്, 92% ആണ്. ലക്ഷദ്വീപിനെയും കേരളയെയും ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. അക്കോർഡിംഗ് ടു സെൻസസ് 2011 വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് പെർസെൻറ്റേജ് ഓഫ് അർബൻ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഈസ് കറക്റ്റ്? ഈ തന്നിട്ടുള്ള നമുക്ക് അർബൻ പോപ്പുലേഷൻ അതുപോലെ തന്നെ റൂറൽ പോപ്പുലേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഈ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ അർബൻ പോപ്പുലേഷൻ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, തന്നിരിക്കുന്ന ഏതാണ്? നമ്മൾ ആലോചിക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റൂറൽ ആണോ അർബൻ ആണോ കൂടുതൽ? റൂറലാണ് കൂടുതൽ അല്ലേ? അർബൻ കുറവായിരിക്കും. ഇവിടെ തന്നിരിക്കുന്നതൊക്കെ കുറവ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഏതാണെന്നാണ് നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ? പക്ഷെ ഒന്നും അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വരില്ല കേട്ടോ. 31.16% ആണ് നമ്മുടെ അർബൻ പോപ്പുലേഷൻ, ഇന്ത്യയിലെ അർബൻ പോപ്പുലേഷൻ വരുന്നത് 31.16% ആണ്. അപ്പൊ റൂറൽ പോപ്പുലേഷൻ എത്രയായിരിക്കും? റൂറൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 68.84% ആണ് കേട്ടോ. 68 എങ്കിലും ഓർത്ത് വെക്കുക കേട്ടോ. മാക്സിമം വേറെ നമ്പേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. 68.84 ആണ് ഞാൻ എഴുതുന്നത് കേട്ടോ. 68.84% ആണ് നമ്മുടെ റൂറൽ പോപ്പുലേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഫസ്റ്റ് 5-ാമത്തെ ദിവസം എന്താ പറയുക? ലിറ്ററസി റേറ്റ് ആണ്. ലിറ്ററസി റേറ്റ് ഏറ്റവും ഹൈ സ്റ്റേറ്റ് ചോദിച്ചാൽ 93% കേരള,
ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ് ചോദിച്ചാൽ മിസോറാം 91% ആണ്. ആൻഡ് യൂണിയൻ ടെറിട്ടറി ഹയസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 92% ലക്ഷദ്വീപ്. ഓക്കെ. ആൻഡ് അർബൻ പോപ്പുലേഷൻ ചോദിച്ചാൽ 31.16% ഏതാണ് അർബൻ പോപ്പുലേഷൻ ആണ്. 68.84% ഏതാണ് റൂറൽ പോപ്പുലേഷൻ ആണ്. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ. നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 7th ക്വസ്റ്റ്യൻ ആണ്. According to the census of India, which one of the following percentages of decadal population growth rate is applicable for India during 2001 to 2011? ഓക്കെ. നമ്മൾ സെൻസസ് എടുക്കുന്നത് 10 years കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത്. എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷെ അതാണ് ഒരു ഡ്യൂറേഷൻ കേട്ടോ. അപ്പൊ 2001 മുതൽ 2011 വരെ കാലഘട്ടത്തിൽ ഡീക്കേഡ് ഗ്രോത്ത് റേറ്റ്, അതൊരു ഡീക്കേഡാണ്, അടുത്തത് ഒരു ഡീക്കേഡാണ്. ഓക്കെ. അപ്പൊ ആ ഡീക്കേഡിലുള്ള പോപ്പുലേഷന്റെ ഗ്രോത്ത് എത്രയാണ്? 2001 നമ്മൾ എടുത്തത് ഒരു കുറച്ച് 10 വർഷത്തിന്റെ എടുത്തത്. ഓക്കെ. ആൻഡ് ഇപ്പൊ 2011 എടുത്തു അല്ലെ. അപ്പൊ അതൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ അതിനാണ് നമ്മൾ ഡീക്കേഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് എത്രയാണ്? കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. കൂടിയിട്ടുണ്ടല്ലേ, ഗ്രോത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കൂടിയിട്ടുണ്ട്. 2001 2011 ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പൊ അത് എത്ര പെർസെന്റേജ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അത് എത്രയാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ 16.64%, ഓപ്ഷൻ ബി 17.64%, 18.25%, 19.34%. ഓക്കെ. അപ്പൊ ഓപ്ഷൻ ഏതായിരിക്കും? അത് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഗസ് ചെയ്യാം കേട്ടോ. വെറുതെ ഒന്ന് ഗസ് ചെയ്തേക്ക്. തെറ്റിയാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതാരും കാണില്ലല്ലോ, നിങ്ങളെല്ലാം അറിയുമല്ലോ. എഴുതിയിട്ട് ഫുള്ള് കിട്ടി കഴിഞ്ഞാൽ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പൊ 17.64% ആണ് കേട്ടോ അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ. 17.64% ആണ് 7th ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ. ഇനി അടുത്തത്, വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ? അതായത് നമ്മൾ പറഞ്ഞുള്ളൂ അല്ലെ കഴിഞ്ഞതിൽ. 2011 സെൻസസ് പ്രകാരം നമ്മുടെ 7th ക്വസ്റ്റ്യൻ 5th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലിറ്ററസി റേറ്റിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ സെക്കൻഡ് ലിറ്ററസി റേറ്റ് ആണ് രണ്ടാമത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ലിറ്ററസി റേറ്റ് ആണ് ചോദിച്ചത് അവർ, പക്ഷെ അത് വേറൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ഉത്തരം സെയിം ആണ്, പക്ഷെ ക്വസ്റ്റ്യൻ രീതി മാറി. കണ്ടോ, 90% മോർ ദാൻ ഏതാണ് വളഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അല്ലെ. ഇൻഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ, കുറച്ച് ഇൻഡയറക്റ്റ്. ഓക്കെ. അപ്പൊ തന്നെ കണ്ടോ, 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഏതാണ്? ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ ഏതാണ് 2011 സെൻസസ് പ്രകാരം? ഇവിടെ കൊടുത്തിട്ടുണ്ട് കേരള, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലെ. 93% ആരാണ്? കേരളയാണ് കേട്ടോ. ഓക്കെ. 93 or 94 വരും കേട്ടോ കേരളത്തിൽ പെർസെൻറ്റേജ് വരുന്നത്. ചിലതിൽ അങ്ങനെ കാണിക്കുന്നുണ്ട് 93 94, ചിലതിൽ മാറി മാറി കാണിക്കണ്ടേ. 94 പഠിച്ചിട്ടും കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ കേരളയാണ് ഇതിന്റെ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ ആസ് പെർ 2011 സെൻസസ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following state has maximum SC population? SC population ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് ഏതാണ് അല്ലെ? SC population ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ്, മാക്സിമം SC population ഉള്ളത് ഏത് സ്റ്റേറ്റ് ആണ്? നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടപ്പോൾ അറിയണ്ടായിരിക്കും ഏതാണെന്നുള്ളത്, എന്നാലും പറയണം. ഫസ്റ്റ് വൺ ഉത്തർപ്രദേശ്, ബീഹാർ, തമിഴ്നാടു. ഈ പറഞ്ഞ ഒന്നാണ്, നൺ ഓഫ് ദി അബവ്. പറഞ്ഞൊന്നുമല്ല. ഏതായിരിക്കും? ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശാണ് ആൻസർ. ഉത്തർപ്രദേശാണ് ആൻസർ വരുന്നത്. SC പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഓക്കെ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? Which of the following state has third highest most populated state in India? തേർഡ് ഹയസ്റ്റ് ആണ്. അപ്പൊ തേർഡ് ഹയസ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. അതായത് എന്താ പറഞ്ഞത്, ഒരു 5 പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഫസ്റ്റ് ഓൾറെഡി അവർ ചോദിച്ചിരുന്നു ആദ്യമൊക്കെ. ഇപ്പൊ അവർ സെക്കൻഡ് ചോദിച്ചിട്ട് ഇപ്പൊ തേർഡ് ചോദിക്കാൻ തുടങ്ങിയോ. തേർഡ് ഹയസ്റ്റ് മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആരാണ്? ബീഹാർ. ഓക്കെ. ബീഹാർ ആണ് തേർഡ് ഹയസ്റ്റ് വരുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് മോസ്റ്റ് പോപ്പുലേറ്റഡ് ആരാണ്? നമ്മുടെ ഉത്തർപ്രദേശ് കേട്ടോ. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഉത്തർപ്രദേശാണ്. മോസ്റ്റ് പോപ്പുലേറ്റഡ് ഉത്തർപ്രദേശ്. ആൻഡ് സെക്കൻഡ് ഇയാൾ തന്നെയാണ്, ബീഹാർ ആണ് സെക്കൻഡ്. ഓർഡർ തന്നെ കൊടുത്തേക്കുന്നത്. ബീഹാർ സെക്കൻഡ്, ഫസ്റ്റ് 1. ഓക്കെ. ആൻഡ് രണ്ടാമത്തത് ഓക്കെ സെക്കൻഡ് മഹാരാഷ്ട്ര. ആൻഡ് തേർഡ് നമ്മൾ പറഞ്ഞില്ലേ, ബീഹാർ ആണ് തേർഡ്. ഓക്കെ.
ആൻഡ് വെസ്റ്റ് ബംഗാൾ ആണ് ഫോർത്ത് കേട്ടോ. ഫോർത്ത് വരുന്നത് വെസ്റ്റ് ബംഗാൾ ആണ്. ഇവിടെ റാങ്ക് പോലെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, വെസ്റ്റ് ബംഗാൾ ആണ് ഫോർത്ത് പൊസിഷൻ വരുന്നത്. വെസ്റ്റ് ബംഗാൾ ആണ് ഓർഡറിലാണ് കിടക്കുന്നത്. വെസ്റ്റ് ബംഗാൾ ഫോർത്ത്. ആൻഡ് ഫിഫ്ത്ത് വൺ ആരാണ്? മധ്യപ്രദേശ്, MP. ഓക്കെ, മധ്യപ്രദേശ് ആണ് ഫിഫ്ത്ത് പോപ്പുലേറ്റഡ് കേട്ടോ. ഓക്കെ, ഫിഫ്ത്ത് പോപ്പുലേറ്റഡ് ആരാണ്? MP, മധ്യപ്രദേശ് ആണ് കേട്ടോ. മധ്യപ്രദേശ് ആണ് ഫിഫ്ത്ത് പോപ്പുലേറ്റഡ്, മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്. ഫസ്റ്റ് വൺ ആരാണ്? ഉത്തർപ്രദേശ്. സെക്കൻഡ് വൺ മഹാരാഷ്ട്ര. തേർഡ് വൺ ബീഹാർ. ഫോർത്ത് വൺ വെസ്റ്റ് ബംഗാൾ. ഫിഫ്ത്ത് വൺ ആരാണ്? മധ്യപ്രദേശ്. ആ ഓർഡർ പഠിച്ചു വെക്കുക, 5 എണ്ണം തന്നെ പഠിച്ചു വെക്കുക. UMBWM അങ്ങനെ ഒരു കോഡ് എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പഠിക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിരിക്കണം കേട്ടോ. എന്തെങ്കിലും കോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചു നോക്കാം. ഓക്കെ, ആൻഡ് അടുത്തത് ഇത് നമ്മൾ 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കാം. വാട്ട് ഈസ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ ആസ് പെർ 2011 അല്ലേ? സെക്സ് റേഷ്യോ, ഇന്ത്യയിലെ സെക്സ് റേഷ്യോ എത്രയെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഏതാ ഇന്ത്യയിലെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്? ഏതാണ്? 940/1000 ആണ് കേട്ടോ. നമുക്ക് ഇത് നോക്കുമ്പോൾ 943 ആണ് കിട്ടുക, പക്ഷെ 940 ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് നോക്കിയതാണ്. ഫസ്റ്റ് ഇത് പറഞ്ഞു, യെസ്, ഇതിൽ പറഞ്ഞായിരുന്നു അല്ലേ സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ 940 ആണ് അല്ലേ? 943 ആണ് വരുന്നത്, പക്ഷെ 940 ആണ് കേട്ടോ. 943 ഒറിജിനലിൽ വരുന്നത്, പക്ഷെ 940 ആൻസർ. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ആൻസർ 940 ആണ് കിടക്കുന്നത്. അപ്പോൾ 940/1000 ആണ് നമ്മുടെ സെക്സ് റേഷ്യോ. ഓക്കെ, അതിൽ കൂടുതലൊന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇനി 12ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ആസ് പെർ 2011 വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഇന്ത്യസ് മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്? ഏതാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയുള്ളൂ അല്ലെ? 10ാമത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലേ? ഏതാണ്? ഉത്തർപ്രദേശ് അല്ലേ? ഓക്കെ, ഇതിൽ നോക്കിക്കേ, ഉത്തർപ്രദേശ്. ഇത് ഫിഫ്ത്ത് വൺ ആണ് മധ്യപ്രദേശ്. ഇത് 2 എണ്ണം ഇല്ല. ഫസ്റ്റ് ആരാണ്? ഒന്ന് ഉത്തർപ്രദേശ് ആണ്. രണ്ടാമത്തെ ആരായിരുന്നു? ആരാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര രണ്ടാമത്തത്. പിന്നെ ബീഹാർ മൂന്നാമത്തത്. ഫോർത്ത് വൺ വെസ്റ്റ് ബംഗാൾ ആണ്. ഫിഫ്ത്ത് വൺ ആണ് നമ്മുടെ മധ്യപ്രദേശ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മുതൽ ഓക്കെ ആദ്യം നമ്മൾ 12 ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പോൾ നോക്കിയത്. ലോവസ്റ്റ് അഡ്രസ് തന്നിരിക്കുന്നതിൽ ദന്തവാഡ ആയിരുന്നു പോപ്പുലേഷൻ മെട്രോപൊളിറ്റൻ സിറ്റി. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന്. നമുക്ക് ഇത് കഴിഞ്ഞുള്ള സെഷൻ നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് റിലേറ്റഡ് പോയിന്റ്സും അതുപോലെ ഫുൾ ആയിട്ട് ഇത് 2015 സെൻസസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കളക്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. ക്ലാസ് പോലെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങളത് ഫസ്റ്റ് എക്സാം എഴുതുന്ന പോലെ എഴുതി നോക്കുക. എന്നിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങളത് നോക്കി പഠിക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഞാൻ 2015 സെൻസസിന്റെ മോസ്റ്റ് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ, സെൻസസിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ കുറച്ചും കൂടെ വ്യത്യാസമായിട്ട് ചോദിക്കുന്നുണ്ട്, കുറച്ചും ഡീപ്പായി ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിലായിട്ട് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണ്. PYQs വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ PYQs വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഏതൊക്കെ ടോപ്പിക്കാന്ന് പറയാം കേട്ടോ. സ്ട്രാറ്റജിക്കായിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇപ്പൊ ഭരതനാട്യവും ഭരതനാട്യം മീൻസ് ക്ലാസിക്കൽ ഡാൻസും അതുപോലെ തന്നെ ഭാരതരത്നന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ PYQ വേണമെന്നുണ്ടെങ്കിൽ PYQ പോലെ ചെയ്യാം. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യാം, എന്നാലാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട, ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കമന്റ് ഇട്ടിട്ട് പറയാം കേട്ടോ. മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു.